നിലവിലെ സാഹചര്യത്തിൽ ISL ഇപ്പോൾ അടുത്തൊന്നും നടക്കാനുള്ള സാധ്യത കാണുന്നില്ല. കാരണം ഈ ബിഡുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരുപാട് വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകൾ എത്രത്തോളം പാലിക്കപ്പെടാൻ കഴിയും എന്നുള്ളതാണ് ചോദ്യം. അതായത് ഈ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കുന്ന ബിഡ് ഏറ്റെടുക്കുന്ന കമ്പനി 35 കോടി വർഷം AIFFന് നൽകണമെന്നുള്ളതാണ് ഒരു വ്യവസ്ഥ. അല്ലെങ്കിൽ വരുമാനത്തിൻ്റെ 5% കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് അംഗീകരിക്കാൻ ഒരു കമ്പനിയും തയ്യാറാകാത്തത് കൊണ്ടാണ് 15 വർഷത്തേക്കും കൂടിയാണല്ലേ വരുന്നത്. അങ്ങനെയുണ്ട്. അപ്പോൾ ഇത് അംഗീകരിക്കാൻ ഒരു കമ്പനിയും തയ്യാറാകാത്തത് കൊണ്ടാണ് ഈ ബിഡ് ഏറ്റെടുക്കാൻ ആരും വരാത്തത്. കാരണം ഫുട്ബോൾ ക്രിക്കറ്റിന് പോലെ ഇന്ത്യയിൽ അത്ര ലാഭകരമായ ബിസിനസ്സല്ല. ഇപ്പോൾ കഴിഞ്ഞ 2014 മുതൽ ISL ഉണ്ട്. അതുകൊണ്ട് തന്നെ ISL അത്ര ലാഭകരമായ ബിസിനസ്സല്ല എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ മറ്റ് സ്പോൺസർഷിപ്പ് നേരത്തെ ഉണ്ടായിരുന്നവരൊക്കെ മാറുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ അത്ര ലാഭകരമല്ലാത്തൊരു ബിസിനസ്സിൽ ഇത്ര വലിയ തുക AIFFന് തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്നത് അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബിഡിൽ പല വ്യവസ്ഥകൾ ലഘൂകരിച്ചുകൊണ്ട് വീണ്ടും ടെൻഡർ വിളിക്കാനുള്ള നടപടികളാണ് നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അതൊരു പക്ഷേ കൂടുതൽ ആളുകൾ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ISLൽ നിറം മങ്ങുന്നതോടുകൂടി സംഭവിക്കുന്നത് വെച്ചാൽ ഇന്ത്യയിലെ ഫുട്ബോളിലെ വളർച്ച തന്നെ മുരടിക്കുന്ന അവസ്ഥയിലേക്ക് പോകും. കാരണം 2014 ഈ ISL വരുന്ന സമയത്ത് ഞാനന്ന് മലപ്പുറം ജില്ലയിൽ ഒരു റിപ്പോർട്ടറാണ്. അന്ന് എനിക്കറിയാം ഈ ISL വരുന്നു, അതിൻ്റെ ഓരോ കാര്യങ്ങൾ, വിദേശ കളിക്കാർ വരുന്നു, റോബർട്ടോ കാർലോസ് അടക്കമുള്ള നമ്മളൊക്കെ സ്വപ്നത്തിൽ കണ്ട കളിക്കാരൊക്കെ നേരിട്ട് വരുന്നു, ഇന്ത്യയിൽ വന്ന് കളി. ഇപ്പം മെസ്സി ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ആവേശം, എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഉണ്ടായിരുന്നു അന്ന്. കാരണം നമ്മളൊക്കെ TV യിൽ മാത്രം കണ്ട ഇത്രയും വലിയ കളിക്കാരൊക്കെ നേരിട്ട് ഇന്ത്യയിൽ വരുന്നു, കേരളത്തിൽ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്നൊരു വലിയ ആവേശം ഉണ്ടായിരുന്നല്ലോ. അതാണ് അന്നുണ്ടായിരുന്നത്. അപ്പോൾ അതേ തുടർന്ന് എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ISL വന്നതോടുകൂടി കുറേ ISLൽ തന്നെ ഓരോ ക്ലബ്ബുകൾക്കും എന്തുണ്ടായി, ഗ്രാസ് റൂട്ട് ലെവൽ അക്കാഡമികൾ ഉണ്ടായി ഓരോ വയസ്സ്. കാരണം അവരുടെ കരാറിൽ തന്നെ പറയുന്നുണ്ട് ഗ്രാസ് റൂട്ട് ലെവലിൽ ഫുട്ബോളിനെ വികസിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്, അത് ചെയ്തിരിക്കണം, കരാറിൻ്റെ വ്യവസ്ഥയാണ്. ആ പ്രകാരം ഇവരൊക്കെ ക്ലബ്ബുകൾക്കൊക്കെ എന്തുണ്ടായി, ഗ്രാസ് റൂട്ട് ലെവൽ അക്കാഡമികൾ പല സംസ്ഥാനങ്ങളിൽ പല ഭാഗങ്ങളിലായി അതിനുള്ള ഗുണം കുട്ടികൾക്ക് കിട്ടി. അതിന് പുറമെ ISL എന്ന് പറയുന്ന ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി കുട്ടികളൊക്കെ ആഗ്രഹിക്കുകയും കുട്ടികൾ കൂടുതലായി ഫുട്ബോളിലേക്ക് എത്തിച്ചേരുകയും മറ്റ് അക്കാഡമികളിൽ ചേർന്ന് ഫുട്ബോൾ പരിശീലിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരു ISL ഉണ്ടാക്കിയൊരു ബൂമുണ്ട് ഫുട്ബോൾ, കേരളത്തിലും ഇന്ത്യയിലൊട്ടാകെ ഉണ്ടാക്കിയൊരു ബൂമുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഉണ്ടാക്കിയ ബൂമുണ്ട്. ആ ബൂമിനാണ് ഇപ്പോൾ ഒരു എന്താ പറയുക, കുറവ് വരാൻ പോകുന്നത്. കാരണം വല്ലാത്തൊരവസ്ഥയാണ്. കാരണം ഇപ്പോൾ ഫുട്ബോൾ കളിക്കുന്ന ഒരു കുട്ടിക്ക് ചെല്ലാവുന്ന ഏറ്റവും വലിയ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ദേശീയ ടീമാണ്. അതെന്ന് പറഞ്ഞാൽ വളരെ പ്രയാസകരം. ആകെ 22 ആൾക്ക് മാത്രം അവസരം കിട്ടുന്ന ഒരു അവസരം മാത്രമാണ്. അപ്പം അതിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് വലിയ പ്രയാസകരമായത്. പക്ഷേ ISL ടീമുകളിൽ എത്തിച്ചേരുക, I-ലീഗ് ടീമുകളിൽ എത്തിച്ചേരുക എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി താഴേക്കിടയിൽ നടക്കാവുന്ന കാര്യമാണ്. കാരണം പണ്ട് നമ്മൾ ആകെ കേട്ട പേര് IM വിജയൻ, ജോപ്പോൾ അഞ്ചേരി, CV പാപ്പച്ചൻ, U ഷറഫ് അലി തുടങ്ങിയ പേരുകൾ മാത്രമാണ്, EP സത്യൻ തുടങ്ങിയ പേരുകൾ മാത്രം. പക്ഷേ പിന്നീട് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരുപാട് പേരുകളാണ്. ആ പേരുകളിൽ എന്തുകൊണ്ട് വന്നു ഇത്ര വലിയ ടൂർണമെൻറ്റുകൾ ഉണ്ടായത്? പണ്ടൊക്കെ I-ലീഗ് മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ സന്തോഷ് ട്രോഫി ഉണ്ടായിരുന്നു. അപ്പോൾ I-ലീഗിൻ്റെ ഷെഡ്യൂൾ കൊണ്ട് തന്നെ എന്തുണ്ടായില്ല, മറ്റ് ടൂർണമെൻറ്റുകൾ നടക്കാനുള്ള ടൈം പോലും കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ നായനാർ കപ്പൊക്കെ നടത്തിയിട്ട് നിർത്തേണ്ടി വന്നു. കാരണം എന്താ, ഈ I-ലീഗിൻ്റെ ഷെഡ്യൂൾ കാരണം കളി നടത്താൻ പറ്റാത്തതുകൊണ്ട്. നാഗ്ജി കപ്പ് നിന്നുപോയി, ഫെഡറേഷൻ കപ്പ് നിന്നുപോയി, അതൊക്കെ നിന്നുപോയി. പിന്നെ നമുക്ക് മോചനം ലഭിച്ചത് ISL വന്നതോടുകൂടിയാണ്. പക്ഷേ അതാണ് ഇപ്പോൾ ഇല്ലാതായി പോകുന്നത്. നമുക്കറിയാം BCCI എന്നുള്ളൊരു സംഘടന എടുക്കുക, AIFF എടുക്കുക. BCCI എന്ന് പറഞ്ഞാൽ പണക്കൊഴുപ്പിൻ്റെ വലിയൊരു സ്ഥാപനമാണ്. AIFF ആണെങ്കിൽ പണമില്ലാത്തൊരു സ്ഥാപനമാണ്. അപ്പോൾ ഈസ്റ്റ് ബംഗാളിൻ്റെ ഒരു താരം പറഞ്ഞിരിക്കുന്നത് BCCI ഫുട്ബോൾ നടത്തട്ടെ എന്ന് വരെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ആളുകൾ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം സഹൽ അബ്ദുൾ സമദ് മീഡിയ വണ്ണോട് സംസാരിച്ചു, സന്ദേശ് ചിങ്കൻ മീഡിയ വൺ സംസാരിച്ചു. അവരൊക്കെ സഹൽ പറയുന്നത് ഒരു കോവിഡിന് സമാനമായ സാഹചര്യത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എന്നുള്ളതാണ്. അതായത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണെന്ന്. ജിങ്ങാൻ പറഞ്ഞത് ഒരു ജോലി പോയ അവസ്ഥയാണ് എനിക്കുള്ളതെന്ന്. അപ്പോൾ അങ്ങനെ ഇത്തരം കളിക്കാരൊക്കെ വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത് മൊത്തത്തിൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ വളർന്നു വരുന്ന താരങ്ങളെ വല്ലാതെ ബാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് AIFFൻ്റെ ഒക്കെ ഒരു ചുമതല. നമുക്കറിയാം ഇപ്പോൾ തന്നെ ഗ്രാസ് റൂട്ട് ലെവലിൽ വളരെ മോശം സംഘാടനമാണ് നമ്മുടെ അസോസിയേഷനും ഫെഡറേഷനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഷിതയ്ക്ക് തന്നെ അറിയാം, സുബ്രതോ കപ്പൊക്കെ നടത്തിയതിൻ്റെ അവസ്ഥ അറിയാം. അപ്പോൾ അങ്ങനെ പിന്നെ വളരെ മോശം അവസ്ഥയിലൂടെ കാര്യങ്ങൾ കടന്നു പോകുമ്പോഴാണ് ഇത്തരം വലിയ പ്ലാറ്റ്ഫോമുകളിൽ പോലും ഇടിവ് സംഭവിക്കുന്നത്. അത് വലിയ രീതിയിൽ ഫുട്ബോളിൻ്റെ വളർച്ചയെ ബാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനൊരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നേരെ മറിച്ച് വലിയ ഇവൻറ്റുകൾ നടത്തി മെസ്സിയെ കൊണ്ടുവന്ന് വലിയ ഇവൻറ്റ് നടത്തിയിട്ട് മേന്മ നടിക്കുക എന്നതിനേക്കപ്പുറം
ഗ്രാസ് റൂട്ട് ലെവലിൽ എങ്ങനെ ഫുട്ബോൾ വളർത്താമെന്നതിനെക്കുറിച്ച് നമ്മുടെ സർക്കാരുകൾ ആലോചിക്കണം. ആ തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നാൽ മാത്രമേ അതിനൊരു മെച്ചം ഉണ്ടാവുള്ളൂ. അതിനിടയിലാണ് ഈ ISL കൂടി ഇല്ലാതായി കഴിഞ്ഞാൽ കാരണം ഇപ്പോൾ നമുക്കറിയാം, കുട്ടികളെ കളിപ്പിക്കാനും അവരെ നല്ല നിലയിലേക്ക് എത്തിക്കാനും രക്ഷിതാക്കൾ ഇപ്പോൾ തയ്യാറാണ്, രക്ഷിതാക്കൾ സെറ്റാണ്. പക്ഷേ അവർക്ക് ചേരാനുള്ള പ്ലാറ്റ്ഫോമുകൾ ഇല്ലാതായി തീരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരം.